ഐ എം നയൻതാര. ഞാനിന്ന് മറുപടിയുടെ വിശേഷങ്ങൾ പറയാനാണ് സെൻസേഷൻസിൽ വന്നിരിക്കുന്നത്. ഞാൻ ജുലൈന അഷ്റഫ്, മറുപടി എന്ന മൂവിയുടെ റൈറ്ററാണ്. ഹൗസ് വൈഫാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 9th പഠിക്കുന്നത്, ചോയ്സ് സ്കൂൾ. എൻ്റെ അച്ഛൻ്റെ പേര് മണിനാഥ്, അമ്മ ബിന്ദു. അച്ഛൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ റഹ്മാനങ്കിലെ ബാമച്ചേച്ചിയുടെ മോളായിട്ടാണ്. അല്ലെ റഹ്മാനങ്കിലെ ക്യാരക്ടർ നെയിം എബിയും ബാമച്ചേച്ചിയുടെ പേര് സാറയെന്നാണ്. അപ്പോൾ അവരുടെ മോൾ റിയ ആയിട്ടാണ്. അപ്പം ഇത് ഒരു ഫാമിലി സ്റ്റോറിയാണ്. മറുപടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ത്രില്ലറാണ്. ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള മൂവിയാണ്. വിനുവങ്ങളിലൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, സൂര്യൻ എന്ന് പറഞ്ഞ മൂവിയിൽ. അത് പക്ഷേ ഞാൻ 4-5 ഇയേഴ്സ് ഉള്ളപ്പോഴായിരുന്നു. അപ്പോൾ അത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ വിനുവങ്ങൾ ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാൻ. അങ്കിൾ എല്ലാ സീനും നമ്മൾ ആക്ട് ചെയ്ത് കാണിച്ചു തരും എല്ലാവർക്കും. അപ്പോൾ അങ്കിൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ തന്നെ അത്രയും തന്നെ നമ്മുടെ ഹാഫ് വർക്ക് അങ്കിൾ തന്നെ ചെയ്യുന്നത്. വിനുവങ്ങൾ ഇതിന് വിളിച്ചപ്പം ആദ്യം ചെയ്യുന്നില്ല പറഞ്ഞ, പക്ഷേ ആ റോളൊക്കെ ക്യാരക്ടറൊക്കെ കേട്ടപ്പം ഇഷ്ടപ്പെട്ടു, ചെയ്തു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മറുപടിയുടെ സ്റ്റോറിയാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്. പിന്നീട് അത് വിനുവേട്ടൻ്റെ അടുത്ത് ചെന്ന് പറയും. പിന്നെ അത് സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് അതിന് ശേഷമാണ്. സ്ക്രീൻ പ്ലേ ചെയ്ത് വിനുവേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ട ഗൈഡൻസ് കിട്ടിയത് വിനുവേട്ടൻ്റെ അടുത്തു നിന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിനുവേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സ്ക്രീൻ പ്ലേ ചെയ്യാൻ എനിക്ക് സാധിച്ചത്. അപ്പം ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എല്ലായിടത്തും പല പല സംശയങ്ങളുണ്ടായിരുന്നു. എല്ലാം എൻ്റെ സംശയങ്ങൾക്കെല്ലാം വിനുവേട്ടൻ നല്ല ഹെൽപ്ഫുള്ളായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എൻ്റെ മോക്ക് മരിക്കാൻ പേടിയുണ്ടോ? നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത്രയും ഡെപ്ത് ഉള്ള സ്റ്റോറിയും അതേപോലത്തെ എല്ലാ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനും അത്രയും ഡെപ്ത് ഉള്ളതാണ്. അപ്പം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും നല്ലൊരു പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറുള്ളപ്പം. ക്യാരക്ടർ വൈസ് ആണെങ്കിൽ ഭയങ്കര ജോളി, എല്ലാ രീതിയിലും ഒരു ഹാപ്പി ഫാമിലിയാണ് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പം എന്നെ സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ഗ്ലൂമി ഡാർക്ക് സൈഡിലോട്ട് പോകുന്നതാണ്. പക്ഷെ അല്ലാതെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി സപ്പോർട്ടീവാണ്. വിനു അങ്കിളായാലും ബാബുചേച്ചി ആയാലും റഹ്മാൻ അങ്കിളായാലും എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ സെറ്റായിരുന്നു. ആസ് എ റൈറ്റർ അവരുടെ ക്യാരക്ടേഴ്സ് അവർ ചെയ്തത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ആണ് ഈ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്തത്, ആക്ടേഴ്സിനെ ചൂസ് ചെയ്തത്. മിക്കവാറും എല്ലാവരും കൂടെ ഇപ്പോഴത്തെ കുറച്ച് പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ രീതിയിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. എല്ലാവരും കംഫർട്ടബിളാണ് എല്ലാവരും വർക്ക് ചെയ്യാൻ. നല്ല എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമയാണ്. അക്രമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതായിട്ട് എപ്പോഴും സാധാരണ പബ്ലിക്കിലേക്ക് എത്തിയിട്ടുള്ള അക്രമങ്ങളെക്കാളും അങ്ങനെ അറിയപ്പെടാത്ത ഏരിയയിൽ നടക്കുന്ന അക്രമങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായും ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്ക് രണ്ട് വയസ്സുള്ളപ്പം സെൻസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ കൂടെ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് സന്ധ്യാമോഹനങ്ങൾ കിലുക്കം കിലുക്കത്തിന് വേണ്ടി വിളിച്ചു. അപ്പം അതായിരുന്നു ഫസ്റ്റ് മൂവി. പക്ഷേ റിലീസായത് ലാൽ ജോസങ്ങളുടെ അച്ഛനുറങ്ങാത്ത വീടാണ് ഫസ്റ്റ് റിലീസായത്. ആക്ച്വലി ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഹറാസ്മെൻറ്റിനെ പറ്റിയിട്ട് ഞാനൊരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരു ന്യൂസ് പേപ്പറിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ജയിലിൽ ഇൻമേറ്റ്സിനെതിരെ നടക്കുന്ന അക്രമങ്ങളെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ കാണാനിടയായത്. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റും കൂടെ ഇതിലേക്ക് പുറത്തിണക്കി ഒന്നിച്ചൊരു ഒരു സ്റ്റോറി ഉണ്ടാവുകയാണ്. ഇപ്പം ഇനി കുറച്ചാളത്തേക്ക് ബ്രേക്ക് എടുത്തേക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചാൾ ബ്രേക്ക് എടുത്ത് ഇപ്പം എന്നെ 12th എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ. എല്ലാവരും സിനിമ കാണണം. ഒരു റൈറ്റർ എന്ന നിലയിൽ ആദ്യത്തെ ഒരു ട്രൈ ആണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.
നല്ല ഒരു ഫാമിലി മൂവി ആയിരിക്കും. മറുപടി എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ഫാമിലി സ്റ്റോറിയാണ്, ഭയങ്കര ടച്ചിങ്ങും ഭയങ്കര ഇമോഷണൽ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. നമ്മുടെ സോഷ്യൽ കോസ് രീതിയിലും എല്ലാ രീതിയിലും ഒരു നല്ല മൂവിയാണ്. അപ്പം എല്ലാവരും കാണണം, എല്ലാ ഫാമിലിയും എല്ലാവരും പോയി കാണണം. പുത്തൻ സിനിമകളുടെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങളെല്ലാവരും സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ്.